അപ്പോൾ നമുക്കാണ് ടൂളുകൾ. ഞാൻ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂര് വളർക്കാവിലാണ്. വളർക്കാവ് ഗ്രാന്തിഗ്രാമം റോഡ്. അവിടെ വീട്ട് നമ്പർ 80. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ രാവിലെ തന്നെ ഇവിടെ വീടിൻ്റെ വർക്കേരിൽ ഇവിടെ 2 ബാത്റൂമാണ്. അപ്പോൾ കുളിക്കാനായിട്ട് ചേട്ടൻ ഇറങ്ങിയപ്പോൾ പെട്ടെന്നൊരു സൗണ്ട് കേട്ടു. അവിടുന്ന് ഇവിടെ തല്ലായിരുന്നേ പോയി അവർ കോർണറിലിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോയിൽ കാണാം. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കോർണറിൽ ഇരിക്കുന്നുണ്ട്. നമ്മൾ പൈപ്പ് ആൻഡ് ബാഗ് കൂടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ കൂടെ പുതിയ റെസ്ക്യൂ വളണ്ടിയർ ആയിട്ടുള്ള അജിത്ത് കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതെ, പുള്ളി ഇത് കഴിഞ്ഞ ലാസ്റ്റ് ബാച്ചിൽ ചെയ്തിട്ടുള്ള ആളുടെ വീട് കുച്ചട്ടിയിലാണ് ആളുടെ വീട്. അപ്പോൾ ആളും ആളുടെ വൈഫും ലൈസൻസ് എടുത്തിട്ടുള്ള ആളാണ്, ടീമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ആളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാൻ എനിക്ക് തോന്നുന്നു. നമുക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ ഓക്കെ, നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നേരെ ബൈക്ക് ചെയ്യാം. മെഷീൻ നീക്കണം, അങ്ങനെയും മെഷീൻ നീക്കണം. വാഷിംഗ് മെഷീൻ നീക്കേണ്ട ആവശ്യമില്ല. പേടിച്ചിട്ട് പോകുന്നല്ല, എന്നാ പേടിയുള്ളൂ. ചിരട്ടീൻ്റെ ഇടാണോ? ചിരട്ട ചിലപ്പോൾ ഹുക്കിലാണ് വാമ്പുഴുക. ആ പണി കഴിഞ്ഞു. അയ്യോ വീഡിയോ പിടിക്കില്ല. അവ കയറാൻ സമ്മതിക്കില്ല. അത് വലിപ്പമുണ്ടോ നോക്കിയേ. അല്ലേ പറഞ്ഞ ആ വടി കഴിഞ്ഞു. കുഞ്ഞായതുകൊണ്ട് ഇപ്പോൾ കണ്ടില്ലേ, പെട്ടെന്ന് അത് പിടുത്തത്തില്ലേ. തല ഇത് കണ്ട 1 മീറ്റർ ഇല്ലേ? 1 മീറ്റർ ഇല്ല, ചെറുതാ. അതുകൊണ്ട് തന്നെ ചെറുതിന്റെ ഒരു കുട്ടികളുടെ മാതിരി ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. പിന്നെ അമ്മയപ്പനെ കൂടി ഉണ്ടാവോ? അതിലില്ല, അങ്ങനെ കൂട്ടായിട്ട് സഞ്ചരിക്കുന്ന ജീവികളല്ല പാമ്പുകൾ. ചെയ്യുന്ന സമയത്ത് മാത്രമാണ് അങ്ങനെ ഒരുമിച്ച് കാണും. അല്ലാതെ ഒരു ഒറ്റയ്ക്ക് എന്റെ റോഡിൽ നിന്ന് കയറിയതാണ് വഴി കാനേന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും വേറെ പറമ്പിന്നൊക്കെ ഇതിലേക്ക് കയറാൻ വഴിയില്ലേ? പറയാൻ പറ്റില്ല. മതിലല്ല അവിടെ, മതില് ചാടാൻ പറ്റില്ല, എളുപ്പമല്ല. നമ്മൾ സേഫായിട്ട് റെസ്ക്യൂ ചെയ്യുന്നുണ്ട്. സംഭവം ചെറുതായതുകൊണ്ട് പെട്ടെന്ന് ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമല്ല. അത് എനിക്കൊന്നും എക്സ്പീരിയൻസ് ചെയ്തെന്ന് തോന്നുന്നു പെട്ടെന്ന്. പിന്നെ വേറെ പ്രശ്നം എന്ന് വെച്ചാൽ പെട്ടെന്ന് നമ്മൾ എടുക്കണം. കാരണം നമ്മൾ കുക്കിൽ വെച്ചു ബൈക്കിനുള്ളിൽ കയറിയില്ല എന്നുണ്ടെങ്കിൽ പോയി കഴിഞ്ഞാൽ ഈ ഒരു സിറ്റുവേഷനിൽ കുഴപ്പമില്ല. പക്ഷെ വേറെ സിറ്റുവേഷനിൽ വല്ല പുറത്തോ ആളുണ്ടെങ്കിൽ പെട്ടെന്ന് കയറി പോകും. നമ്മൾ ചിന്തിക്കാവുന്ന സ്പീഡിൽ കയറി പോകും. ആ കുക്കില് നിങ്ങൾ അതിന്റെ അവിടെ തണ്ടലിങ്ങനെ ഉളച്ചു വെക്കുന്നതാണോ? വെറുതെ ചുമ്മാ പാമ്പിനെ താങ്ങി പിടിക്കാൻ വേണ്ടി മാത്രം, മറ്റേ സാധനമല്ല. അല്ല, ഞാൻ പറഞ്ഞ ആ കുക്ക് ഇങ്ങനെ ആ ഹുക്കിന്റെ അവിടെ ഒരു വളവ് കഴിയുമ്പോ പാമ്പ് വളഞ്ഞിട്ടുണ്ടായി. അപ്പൊ ഞാൻ വിചാരിച്ചപ്പോ ഇനി അപ്പൊ സംഭവം നമ്മള് പെട്ടെന്ന് അങ്ങോട്ട് ഈ പൈപ്പിനകത്തേക്ക് കയറിപ്പോയിരുന്നെങ്കിൽ നല്ല റെസ്ക്യൂ ആയിരുന്നു. കാരണം ആ കുക്കില് തൂങ്ങി കിടന്നിരുന്നു. നിങ്ങളോട് വെച്ച് പെട്ടെന്ന് ആ മാളം കണ്ടിരുന്നെങ്കിൽ ആ കയറിപ്പോയി കഴിഞ്ഞാൽ അടിപൊളി റെസ്ക്യൂ. പക്ഷെ പെട്ടെന്ന് അവൻ ഈ ഒരു സൈഡിലേക്ക് തിരിഞ്ഞു. പെട്ടെന്ന് പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല, ഉത്തമമാളുണ്ടോ എന്ന് നമ്മൾ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് വന്നത്. ആ ടാങ്കിലേക്ക് പറഞ്ഞ പൊത്തുണ്ട് അവിടെ. പറയാൻ പറ്റില്ല, നമുക്ക് പെട്ടെന്ന് ശ്രദ്ധിക്കില്ല. ഇവര് പെട്ടെന്ന് ശ്രദ്ധിക്കും. അവർക്കറിയാതെ
അപ്പോൾ അധികം പ്രശ്നമില്ലാണ്ട് നമുക്ക് റെസ്ക്യൂ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പം ഒരു ചെറിയ വീഡിയോ കാണാൻ അതിൻ്റെ പേര് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാൻ മിക്സ് ചോദിച്ചു സൈൻ